ഹലോ, സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ക്യാരറ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ വിലയൊന്നും കൊടുക്കാണ്ട് വീട്ടിൽ തന്നെ ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാലും അതേപോലെ ക്യാരറ്റ് ഫേസ് പാക്ക് ആയിട്ട് ഇട്ടാലും അതേപോലെ തന്നെ ക്യാരറ്റ് ക്രീം ഉപയോഗിച്ചാലും എല്ലാം സ്കിൻ വൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വലിയ പൈസ ചിലവില്ലാണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഈ ക്രീം എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രാപ്പറിൽ നിങ്ങളിങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് നീര് നമുക്ക് കിട്ടും. അതേ സ്ഥാനത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിക്കുക എന്നാണെങ്കിൽ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു നീര് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ആ ഒരു ജ്യൂസ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചിരകിയെടുത്താൽ മതി. അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് തന്നെ എടുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ സ്ക്രാപ്പ് ചെയ്യുക. ഇനി സ്ക്രാപ്പ് ചെയ്യുന്ന സാധനം ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നതും വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഗുണം കിട്ടും കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ ചെരുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അരിപ്പയിലൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിപ്പയിലൂടെ ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അരിപ്പയിൽ കൂടെ നന്നായിട്ട് അതിൻ്റെ നീര് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒന്ന് നീര് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം നീരെങ്കിലും നമുക്ക് വേണം. എന്നാൽ മാത്രം ഒരു 5 ദിവസത്തേക്കുള്ള ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ആഡ് ചെയ്യുന്നത്. വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്താൽ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ കഴിയുന്നത് പുറത്തുനിന്നുള്ള വാങ്ങിയ അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണമെന്ന് കുറേ ആൾക്കാർ ഇനിയിപ്പോൾ കമൻറ്റ് ചോദിക്കും. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രം ഈ ക്രീം പുറത്ത് നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ക്യാപ്സ്യൂളും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. വേറൊരു കാര്യം, ഈ ഒരു ഇതും കൂടി ഇട്ടാൽ മാത്രമേ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് ടൈറ്റായി വരും. ഇനി അഥവാ നിങ്ങളെ ക്യാരറ്റിൻ്റെ ജ്യൂസ് കൂടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അലോവേര ജെല്ല് കൂട്ടിയിടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അലോവേര ജെല്ല് ക്യാരറ്റ് ജ്യൂസിനനുസരിച്ചിട്ട് അലോവേര ജെല്ലിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടാം. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലുള്ള ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക എന്നാണെങ്കിൽ അത് ബെസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് മുഖത്തേക്ക് ഇടുന്ന സമയത്ത് ഒരു ചെറിയ തണുപ്പും കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു കുറച്ചും കൂടി നല്ലതാണ്. ഇനി ഫ്രിഡ്ജില്ലാത്തവർക്ക് പുറത്ത് സൂക്ഷിക്കുക. ഒരു 5 ദിവസത്തിൽ ഇത് പുറത്ത് കേടാവാണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണ നമ്മളൊരു ഫെയർനെസ് ക്രീം എങ്ങനെയാണോ മുഖത്ത് അപ്ലൈ ചെയ്യുക ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കിടന്നാൽ മതി. കറയൊന്നും ബെഡ്ഷീറ്റിലാവുന്നൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മുടെ മുഖത്തേക്ക് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ സാധാരണ ക്രീം എങ്ങനെ തേക്കുക അതേപോലെ നല്ലോണം ഒന്ന് അബ്സോർബ് ചെയ്യിപ്പിക്കുക മുഖത്തേക്ക്. അതിനുശേഷം ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. സ്കിൻ വൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും കലകൾ മാറാനെല്ലാം ഇത് സഹായിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.